ദി ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ 1962 ഇന്ത്യൻ കസ്റ്റംസ് നിയമമൊന്ന് എന്താ പറയാ വിശദമായി നോക്കാൻ പോവുകയാണ്. അതെ, അതിന്റെ ഉള്ളിലെ ഒരു പ്രത്യേക ഭാഗം അധ്യായം 12. ശരിയാണ്. ഇന്ത്യയുടെ വലിയ തീരപ്രദേശമില്ലേ, അവിടെ ഒരു ഇന്ത്യൻ തുറമുഖത്ത് നിന്ന് മറ്റൊന്നിലേക്ക് ഉം, സാധനങ്ങൾ കപ്പലിൽ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതെ, ആ നിയമങ്ങളാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അപ്പോ ഉദാഹരണത്തിന് കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക്, അല്ലെങ്കിൽ തൂത്തുക്കുടിയിൽ നിന്ന് ചെന്നൈയിലേക്ക്, ഉം. അങ്ങനെ കപ്പലിൽ സാധനങ്ങൾ അയക്കുമ്പോൾ എന്തൊക്കെ നിയമങ്ങൾ വരും? ശരിക്കും അത് പലരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. അതെ, അത് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോവാണ്. നമ്മുടെ കയ്യിലുള്ളത് നിയമത്തിന്റെ ആധികാരിക രേഖകൾ തന്നെയാണ്. ആ, ഇതിലെ ചില കാര്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ കുറച്ച് സങ്കീർണമായി തോന്നാം. പക്ഷെ നമുക്കിത് ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതാണ് നമ്മുടെ ലക്ഷ്യം. തീർച്ചയായും. സാധാരണ കസ്റ്റംസ് നിയമം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നതെന്താ? ഇറക്കുമതി, കയറ്റുമതി. അതെ, അന്താരാഷ്ട്ര വ്യാപാരം, വിദേശത്ത് നിന്ന് വരുന്നത്, അങ്ങോട്ട് പോകുന്നത്. പക്ഷെ രാജ്യത്തിനകത്ത് തന്നെ കടൽ വഴി സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ നിയമങ്ങളുണ്ട്. അതിനെയാണ് ഈ തീരദേശ ചരക്ക് നീക്കം എന്ന് പറയുന്നത്, അല്ലേ? അതെ, കോസ്റ്റൽ ഗുഡ്സ് മൂവ്മെന്റ്. ഈ നിയമങ്ങൾ എന്തിനാണ് ഇത്ര പ്രധാനമെന്നും നമുക്ക് നോക്കാം. ശരിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ അധ്യായം എന്തിനെയൊക്കെക്കുറിച്ചല്ല എന്ന് നിയമം തന്നെ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. സെക്ഷൻ 91. സെക്ഷൻ 91. അത് പറയുന്നത് യാത്രക്കാർ സാധാരണ കൊണ്ടുപോകുന്ന ലഗേജ്, ബാഗേജ് ഇല്ലേ, അതിനും പിന്നെ കപ്പലിലെ ആവശ്യങ്ങൾക്കായി സൂക്ഷിക്കുന്ന സ്റ്റോറുകൾ, അതായത് ജീവനക്കാരുടെ ഭക്ഷണം, ഇന്ധനം, അങ്ങനെയുള്ളവ. അതെ, കപ്പലിന്റെ ഓട്ടത്തിന് ആവശ്യമായ സാധനങ്ങൾ. അതിനൊന്നും ഈ 12-ാം അധ്യായത്തിലെ നിയമങ്ങൾ ബാധകമല്ല എന്നാണ്. ശരിയാണ്. അത് രണ്ടും ഇതിന്റെ പരിധിയിൽ വരുന്നില്ല. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, എന്താണ് പിന്നെ ഈ തീരദേശ ചരക്കുകൾ അഥവാ കോസ്റ്റൽ ഗുഡ്സ്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർവചനമാണ്. നിയമത്തിന്റെ തുടക്കത്തിൽ സെക്ഷൻ 27-ൽ അത് പറയുന്നുണ്ട്. ഓക്കെ. തീരദേശ ചരക്കുകൾ എന്നുവെച്ചാൽ ഇറക്കുമതി ചെയ്ത ചരക്കുകൾ ഒഴികെ. ശ്രദ്ധിക്കണം, ഇമ്പോർട്ടഡ് ഗുഡ്സ് ഒഴികെ. ഓക്കെ. ഒരു ഇന്ത്യൻ തുറമുഖത്ത് നിന്ന് ഇന്ത്യയിലെ തന്നെ മറ്റൊരു തുറമുഖത്തേക്ക് കപ്പൽ വഴി കൊണ്ടുപോകുന്ന എല്ലാ സാധനങ്ങളും. ഒരു മിനിറ്റ്, അവിടെ ഇറക്കുമതി ചെയ്ത ചരക്കുകൾ ഒഴികെ എന്ന് പറയുമ്പോൾ ഒരു സംശയം. ചോദിക്കൂ. വിദേശത്ത് നിന്ന് ഒരു സാധനം ഇറക്കുമതി ചെയ്തു, എന്നിട്ട് കസ്റ്റംസ് ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് അത് ഇന്ത്യയിലേക്ക് വന്നു. ശരി. പിന്നെ ആ സാധനം ഉദാഹരണത്തിന് മുംബൈയിൽ ഇറക്കി, അത് പിന്നെ ചെന്നൈയിലേക്ക് കപ്പലിൽ കൊണ്ടുപോയാൽ അത് തീരദേശ ചരക്കാവില്ലേ? ആകും. അവിടെയാണ് ആ ഒഴികെ എന്നതിന്റെ പ്രസക്തി. അതായത് ഇറക്കുമതി ചെയ്തൊരു ചരക്ക് അതിന്റെ എല്ലാ നിയമപരമായ കടമ്പകളും കടന്ന് ഇറക്കുമതി തീരുവയൊക്കെ അടച്ച് എന്താ പറയാ ഹോം കൺസംഷനു വേണ്ടി ക്ലിയർ ചെയ്താൽ പിന്നെ അത് ഇന്ത്യൻ മാർക്കറ്റിന്റെ ഭാഗമായി. ശരി. അതിനുശേഷം അതിനെ ഒരു ഇന്ത്യൻ പോർട്ടിൽ നിന്നും മറ്റൊന്നിലേക്ക് കൊണ്ടുപോയാൽ അത് തീരദേശ ചരക്കുകളാണ്. ഓക്കെ. അപ്പോ ക്ലിയർ ചെയ്യാത്ത അല്ലെങ്കിൽ ട്രാൻസ്ഷിപ്മെന്റ് പോലുള്ള സാധനങ്ങൾ ഇതിൽ പെടില്ല. പക്ഷെ ക്ലിയറൻസ് കഴിഞ്ഞാൽ അത് പിന്നെ സാധാരണ ഇന്ത്യൻ ചരക്ക് പോലെയായി. മനസ്സിലായി. അതായത് ഇന്ത്യയിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ അല്ലെങ്കിൽ നിയമപരമായി ഇന്ത്യയുടെ ഭാഗമായ സാധനങ്ങൾ. അതെ. ഗുജറാത്തിലെ സിമന്റ് തമിഴ്നാട്ടിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ കയർ ഉൽപ്പന്നങ്ങൾ മഹാരാഷ്ട്രയിലേക്ക് പോകുന്നത്, ഇതൊക്കെ തീരദേശ ചരക്കുകളാണ്. വ്യക്തത നന്നായി. ശരി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ തീരദേശ ചരക്കുകൾ ഒരു കപ്പലിൽ കയറ്റണമെങ്കിൽ അല്ലെങ്കിൽ ഇറക്കണമെങ്കിൽ എന്തൊക്കെയാണ് പ്രധാന നടപടിക്രമങ്ങൾ? പ്രധാനമായിട്ടും ചില ലേഖകളും അനുമതികളുമാണ്. അതിൽ ആദ്യത്തേത് സെക്ഷൻ 92-ൽ പറയുന്ന എൻട്രിയാണ്. എൻട്രിയോ? അതെ, എൻട്രി ഓഫ് കോസ്റ്റൽ ഗുഡ്സ്. അതായത് ചരക്കിന്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ അയാളുടെ ഏജന്റ് ഈ ചരക്കുകൾ കപ്പലിൽ കയറ്റുന്നതിന് മുൻപ് അതിന്റെ വിവരങ്ങൾ അടങ്ങിയ ഒരു എൻട്രി ഡോക്യുമെന്റ് കസ്റ്റംസിന് സമർപ്പിക്കണം. ഓഹോ, അതിൽ എന്തൊക്കെ വിവരങ്ങളാണുണ്ടാവുക? ചരക്ക് എന്താണ്, അതിന്റെ അളവ്, തൂക്കം, മൂല്യം, എവിടെ നിന്ന് കയറ്റുന്നു, എവിടേക്ക് കൊണ്ടുപോകുന്നു തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ. ഇത് കസ്റ്റംസിനൊരു റെക്കോർഡ് സൂക്ഷിക്കാനാണ്. ശരി. ഈ എൻട്രി കൊടുത്താൽ മാത്രം മതിയോ, അതോ വേറെന്തെങ്കിലും വേണോ? പോരാ. എൻട്രി കൊടുത്ത ശേഷം സെക്ഷൻ 93 പ്രകാരം ഈ ചരക്ക് കപ്പലിൽ കയറ്റുന്നതിന് തൊട്ടുമുൻപ് അതിന്റെ ഉടമ ഒരു ബിൽ സമർപ്പിക്കണം. ബിൽ റിലേറ്റിംഗ് ടു കോസ്റ്റൽ ഗുഡ്സ് എന്നാണ് നിയമം പറയുന്നത്. ബിൽ? അതെ. ഈ ബില്ല് കസ്റ്റംസ് ഓഫീസർ പരിശോധിച്ച് എല്ലാം ശരിയാണെന്ന് കണ്ട് പാസ് ചെയ്യണം. അതായത് ഒപ്പിട്ട് അനുമതി നൽകണം. ഓക്കെ. അനുമതി കിട്ടിയാൽ മാത്രമേ ചരക്കു കപ്പലിൽ കയറ്റാൻ പാടുള്ളൂ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ വെറുതെ സാധനം കപ്പലിൽ എടുത്തു വെക്കാൻ പറ്റില്ല. മുൻകൂർ അനുമതിയും രേഖകളും വേണം. കൃത്യമായി.
ഇത് നമ്മുടെ സാധാരണ അന്താരാഷ്ട്ര ഷിപ്പിംഗിലെ ബിൽ ഓഫ് എൻട്രി, ഷിപ്പിംഗ് ബില്ലൊക്കെ പോലെ അത്ര സങ്കീർണമാണോ ഈ ബില്ല്? അത്രത്തോളം സങ്കീർണമല്ല സാധാരണയായി. താരതമ്യേന ലളിതമായ ഒരു ഫോർമാറ്റ് ആയിരിക്കും. പക്ഷെ എങ്കിലും അതൊരു ഫോർമാലിറ്റിയാണ്, നിയന്ത്രണം ഉറപ്പാക്കാനുള്ളൊരു മാർഗം. ശരി. ഇനി വേറൊരു കാര്യം, സെക്ഷൻ 95 പറയുന്നുണ്ടല്ലോ, അഡ്വൈസ് ബുക്ക്. അതെന്താണ് സംഭവം? അത് രസകരമായ ഒരു സംവിധാനമാണ് അഡ്വൈസ് ബുക്ക്. ഇത് കപ്പലിന്റെ ക്യാപ്റ്റൻ, മാസ്റ്റർ എന്ന് പറയും. മാസ്റ്റർ, അതെ. അദ്ദേഹം സൂക്ഷിക്കേണ്ട ഒരു ബുക്കാണ്. കപ്പൽ തീരദേശ ചരക്കുമായി ഒരു തുറമുഖത്ത് നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് അവിടുത്തെ കസ്റ്റംസ് ഓഫീസർ ഈ ബുക്കിൽ ചില വിവരങ്ങൾ രേഖപ്പെടുത്തി ഒപ്പിട്ടു കൊടുക്കും. ഓക്കെ. എന്നിട്ട് ഈ കപ്പൽ യാത്രയിൽ ഏതൊക്കെ ഇന്ത്യൻ തുറമുഖങ്ങളിൽ കയറുന്നുവോ അവിടെയെല്ലാം ഈ അഡ്വൈസ് ബുക്ക് ഹാജരാക്കണം. അവിടുത്തെ കസ്റ്റംസ് ഓഫീസർമാർ അത് നോക്കി ഒപ്പിടും. ഓഹോ, ഒരു യാത്രാരേഖ പോലെ. അതെ, ശരിക്കും പറഞ്ഞാൽ കപ്പലിന്റെ തീരദേശ യാത്രയുടെ ഒരു ലോഗ് ബുക്ക്. എവിടെയൊക്കെ പോയി, എന്തൊക്കെ ചരക്കുകളുണ്ടായിരുന്നു എന്നൊക്കെ അറിയാൻ ഇത് സഹായിക്കും. ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോഴും ഇത് കാണിക്കണം. കൊള്ളാം. അപ്പോ യാത്ര ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ശരി, ഇനി ഈ ചരക്കുകൾ കയറ്റാനും ഇറക്കാനും എവിടെ വേണമെങ്കിലും കപ്പൽ അടുപ്പിക്കാമോ? അതോ അതിനും നിയന്ത്രണമുണ്ടോ? ഉണ്ട്. തീർച്ചയായും നിയന്ത്രണമുണ്ട്. സെക്ഷൻ 96 അത് വ്യക്തമാക്കുന്നു. തീരദേശ ചരക്കുകൾ കയറ്റുന്നതും ഇറക്കുന്നതും കസ്റ്റംസ് ആക്ടിലെ തന്നെ സെക്ഷൻ 7 പ്രകാരം. സെക്ഷൻ 7? അതെ, സെക്ഷൻ 7 പ്രകാരം കസ്റ്റംസ് പോർട്ടായിട്ടോ അല്ലെങ്കിൽ കോസ്റ്റൽ പോർട്ടായിട്ടോ സർക്കാർ വിജ്ഞാപനം ചെയ്ത സ്ഥലങ്ങളിൽ മാത്രമേ പാടുള്ളൂ. അതായത് തോന്നിയ സ്ഥലത്തൊന്നും പറ്റില്ല. ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്ത പോർട്ടുകൾ വേണം. അതെ, ഒന്നുകിൽ അതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് കസ്റ്റംസ് പോർട്ടായിരിക്കണം, അല്ലെങ്കിൽ തീരദേശ വ്യാപാരത്തിന് മാത്രമായി അംഗീകരിച്ചൊരു കോസ്റ്റൽ പോർട്ടായിരിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നിബന്ധന? പ്രധാനമായും മേൽനോട്ടം ഉറപ്പാക്കാനാണ്. കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് നിരീക്ഷിക്കാൻ സൗകര്യമുള്ള അംഗീകൃതമായ സ്ഥലങ്ങളിൽ മാത്രം ചരക്ക് കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ കള്ളക്കടത്തും മറ്റും നടക്കാനുള്ള സാധ്യത കൂടും. ശരിയാണ്. ഈ മേൽനോട്ടം എന്ന് പറയുമ്പോഴാണ് അടുത്ത ചോദ്യം. കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് എന്തൊക്കെ അധികാരങ്ങളാണ് ഈ തീരദേശ ചരക്ക് നീക്കത്തിലുള്ളത്? സെക്ഷൻ 98ലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതൊരു പ്രധാന സെക്ഷനാണ്. ഓക്കെ. അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇറക്കുമതിക്കും കയറ്റുമതിക്കും ബാധകമായ ചില പ്രധാനപ്പെട്ട സെക്ഷനുകളുണ്ടല്ലോ. ഉണ്ട്. ഉദാഹരണത്തിന് സെക്ഷൻ 33, അംഗീകൃത സ്ഥലത്ത് അപ്രൂവ്ഡ് പ്ലേസിൽ മാത്രമേ ലോഡിങ്ങും അൺലോഡിങ്ങും പാടുള്ളൂ എന്ന് പറയുന്നത്. പറഞ്ഞ സെക്ഷനുകളൊക്കെ തീരദേശ ചരക്കുകൾക്കും ബാധകമാണ് എന്നാണ് സെക്ഷൻ 98 വ്യക്തമാക്കുന്നത്. അതായത് തീരദേശ ചരക്കാണെന്ന് പറഞ്ഞ് ഒരു ഒഴിവ് കഴിവില്ല. ഇമ്പോർട്ട് എക്സ്പോർട്ട് പോലെ തന്നെ ഇവിടെയും കസ്റ്റംസിന് ഇടപെടാം, പരിശോധിക്കാം. അതെ, അതേ അധികാരങ്ങൾ ഇവിടെയും ഉപയോഗിക്കാം. ഇത് നിയമം കർശനമായി പാലിക്കപ്പെടുന്നു എന്നുറപ്പാക്കാനാണ്. ശരി. അപ്പോൾ രേഖകൾ കൊടുത്തു, ബിൽ പാസായി, അംഗീകൃത പോർട്ടിൽ നിന്ന് കസ്റ്റംസിന്റെ മേൽനോട്ടത്തിൽ ചരക്ക് കയറ്റി, അഡ്വൈസ് ബുക്കും കയ്യിലുണ്ട്. ഇനി കപ്പലിന് നേരെ പോവാമോ? ഇല്ല, ഒരു കടമ്പ കൂടിയുണ്ട്. ഓഹോ, എന്താണത്? സെക്ഷൻ 97. എല്ലാ ചരക്കുകളും കയറ്റി പോകാൻ തയ്യാറായി കഴിഞ്ഞാൽ കപ്പലിന്റെ മാസ്റ്റർ തുറമുഖം വിടുന്നതിന് മുൻപ് കസ്റ്റംസ് ഓഫീസറിൽ നിന്ന് ഒരു റിട്ടേൺ ഓർഡർ വാങ്ങണം. എഴുതിയ ഉത്തരവോ? അതെ, ഡിപ്പാർച്ചറിനുള്ള ഓർഡർ. അതായത് എല്ലാ നിയമങ്ങളും പാലിച്ചു, അടയ്ക്കാനുള്ള പോർട്ട് ഡ്യൂസ്, മറ്റു ചാർജുകൾ, പിഴകൾ വല്ലതുമുണ്ടെങ്കിൽ അതെല്ലാം അടച്ചു എന്ന് കസ്റ്റംസ് ഉറപ്പുവരുത്തിയ ശേഷം നൽകുന്ന ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പോലെയാണിത്. ഓക്കെ, അതും കിട്ടിയാലേ പുറപ്പെടാൻ പറ്റൂ. അതെ. ശരി, കപ്പല് പുറപ്പെട്ടു, ലക്ഷ്യസ്ഥാനത്തെത്തി, അവിടെ ഇറക്കാനും ഇതുപോലെ ഓർഡർ വേണോ? വേണം. അവിടെ സെക്ഷൻ 94 ആണ് പ്രസക്തം. അവിടെയും കപ്പലിൽ നിന്ന് ചരക്കു ഇറക്കുന്നതിനു മുൻപ് ഉടമസ്ഥൻ ആവശ്യമായ രേഖകൾ സമർപ്പിക്കണം. എന്നിട്ട് കസ്റ്റംസ് ഓഫീസർ ചരക്കു ഇറക്കാനുള്ള അനുമതി, അതായത് ഓർഡർ ഫോർ ക്ലിയറൻസ് നൽകണം. അപ്പൊ ലോഡിങ്ങിനും അൺലോഡിങ്ങിനും പോകുന്നതിനു മുമ്പും കസ്റ്റംസ് ക്ലിയറൻസ് വേണം? അതെ. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു നിയന്ത്രണമുണ്ട്. ഇനി ഈ യാത്രക്കിടയിലോ അല്ലെങ്കിൽ സാധനം ഇറക്കുമ്പോഴോ എന്തെങ്കിലും പ്രശ്നം കണ്ടാൽ, കണക്കിൽ കുറവ് വന്നാൽ, അല്ലെങ്കിൽ കള്ളക്കടത്തായി എന്തെങ്കിലും കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെക്ഷൻ 98 വീണ്ടും പ്രസക്തമാകുന്നത്. അത് മറ്റു ചില സെക്ഷനുകളെ കൂടി ഇതിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ടതാണ് സെക്ഷൻ 116ഉം 117ഉം. 116, 117. സെക്ഷൻ 117 ഒരു ജനറൽ പെനാൾട്ടി ക്ലോസ് ആണ്.
അതായത് ഈ നിയമത്തിൽ എവിടെയെങ്കിലും ഒരു ലംഘനം നടക്കുകയും അതിന് പ്രത്യേക ശിക്ഷ വേറെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ സെക്ഷൻ വെച്ച് പിഴ ചുമത്താം. ഓക്കെ, പൊതുവായ നിയമലംഘനങ്ങൾക്ക്. അതെ, പക്ഷേ സെക്ഷൻ 116 കുറച്ചുകൂടി സ്പെസിഫിക് ആണ്. അത് പറയുന്നത് കപ്പലിൽ കയറ്റിയതായി രേഖപ്പെടുത്തിയ ചരക്കിന്റെ അളവിൽ ലക്ഷ്യസ്ഥാനത്തിറക്കുമ്പോൾ കുറവ് കാണുകയാണെങ്കിൽ ആ കുറവിന് വ്യക്തമായ കാരണം ബോധിപ്പിക്കാൻ ക്യാപ്റ്റന് പറ്റിയില്ലെങ്കിൽ ആ കുറവ് വന്ന ചരക്കിന് എത്രയാണോ തീരുവ വരുന്നത്, ഡ്യൂട്ടി ലെവിയബിൾ, അതിന്റെ ഇരട്ടി തുക വരെ പിഴ ചുമത്താൻ കസ്റ്റംസിന് അധികാരമുണ്ട്. അത് ശക്തമായ വ്യവസ്ഥയാണല്ലോ. അതെ, ഇത് വഴിയിൽ വെച്ച് ചരക്ക് മറിച്ചു വിൽക്കുന്നതും കള്ളക്കടത്തുമൊക്കെ തടയാൻ ഇത് സഹായിക്കും. കണക്കുകൾ കൃത്യമായിരിക്കണം. ശരിയാണ്. ഇനി ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഭാഗം വരുന്നുണ്ട്. ഈ നിയമങ്ങളെല്ലാം പൊതുവെ കർശനമാണെന്ന് പറയുമ്പോഴും എന്തെങ്കിലും ഇളവുകൾ നൽകാൻ ഗവൺമെന്റിന് അധികാരം കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. അതാണ് സെക്ഷൻ 98A. 98A. ഇത് കേന്ദ്ര സർക്കാരിന് പ്രത്യേക അധികാരം നൽകുന്നു. അതായത് പൊതു താൽപര്യം മുൻനിർത്തി പബ്ലിക് ഇൻട്രസ്റ്റില് സർക്കാരിന് ഒരു വിജ്ഞാപനം വഴി ഈ 12ാം അധ്യായത്തിലെ ഏതെങ്കിലും വ്യവസ്ഥകൾക്കോ അല്ലെങ്കിൽ എല്ലാ വ്യവസ്ഥകൾക്കോ പൂർണ്ണമായോ ഭാഗികമായോ ഇളവ് നൽകാം. ഇതൊന്നുകിൽ എല്ലാ തീരദേശ ചരക്കുകൾക്കും ബാധകമാക്കാം, അല്ലെങ്കിൽ പ്രത്യേക തരം ചരക്കുകൾക്ക്, അല്ലെങ്കിൽ പ്രത്യേക റൂട്ടിൽ പോകുന്ന കപ്പലുകൾക്ക് മാത്രമായിട്ടുമാകാം. ചിലപ്പോൾ ചില കണ്ടീഷൻസ് വെച്ചിട്ടായിരിക്കും ഇളവ് കൊടുക്കുക. ഇതിനൊരു ഉദാഹരണം പറയാമോ? എപ്പോഴായിരിക്കും ഇങ്ങനൊരു ഇളവ് ആവശ്യം വരിക? സർക്കാർ ഇളവ് നൽകിയേക്കാം. അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാൻ അവർ കൊണ്ടുപോകുന്ന അസംസ്കൃത വസ്തുക്കൾക്ക് ചില ഇളവുകൾ കൊടുക്കാം. സാഹചര്യമനുസരിച്ച് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ നിയമം കർശനമാണെങ്കിലും ആവശ്യമെങ്കിൽ ഇളവ് നൽകാനുള്ള വഴിയുമുണ്ട്. അതെ, ആ ഫ്ലെക്സിബിലിറ്റി നിയമം നൽകുന്നുണ്ട്. ഇതുകൂടാതെ ഈ വിഷയത്തിൽ കൂടുതൽ നിയമങ്ങൾ ഉണ്ടാക്കാൻ, അതായത് റൂൾസ് ഉണ്ടാക്കാൻ സർക്കാരിന് അധികാരമുണ്ടോ? ഉണ്ട്. അതാണ് അവസാനത്തെ സെക്ഷൻ 99. സെക്ഷൻ 99. ഇത് കേന്ദ്ര സർക്കാരിന് ഈ അധ്യായവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ ചട്ടങ്ങൾ, റൂൾസ് ഉണ്ടാക്കാൻ അധികാരം നൽകുന്നു. എന്തുതരം ചട്ടങ്ങൾ? ഉദാഹരണത്തിന്, തീരദേശ ചരക്കുകൾ കൊണ്ടുപോകുമ്പോൾ സമർപ്പിക്കേണ്ട രേഖകളുടെ ഫോർമാറ്റ് എന്തായിരിക്കണം, ഏതൊക്കെ വിവരങ്ങൾ നിർബന്ധമായും നൽകണം, അഡ്വൈസ് ബുക്ക് എങ്ങനെ സൂക്ഷിക്കണം, പിന്നെ പ്രധാനമായിട്ടും തീരുവ ചുമത്താവുന്നതോ അല്ലെങ്കിൽ കയറ്റുമതി നിരോധിച്ചതോ ആയ സാധനങ്ങൾ. തീരദേശ യാത്രയുടെ മറവിൽ ഇന്ത്യക്ക് പുറത്തേക്ക് കടത്തുന്നത് തടയാനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിശദമായ റൂൾസ് ഉണ്ടാക്കാൻ ഈ സെക്ഷൻ അധികാരം നൽകുന്നു. അപ്പോൾ നിയമം ഒരു ഫ്രെയിംവർക്ക് തരുന്നു, കൂടുതൽ ഡീറ്റെയിൽസ് റൂൾസ് വഴി വരും. അതെ, കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനും ഇത് സർക്കാരിനെ സഹായിക്കും. അപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്കുള്ളിലെ ഈ കടൽ വഴിയുള്ള ചരക്ക് നീക്കം പോലും എത്രത്തോളം നിയന്ത്രിതമാണല്ലേ? തീർച്ചയായും. ഓരോ സ്റ്റെപ്പിലും ഡോക്യുമെന്റേഷൻ ഉണ്ട്, അനുമതി വേണം, പരിശോധനകളുണ്ട്. വെറുതെ ഒരു ലോറിയിൽ സാധനം കയറ്റിവിടുന്ന പോലെയല്ല. അല്ല, ഇതിന്റെ പിന്നിലെ ലക്ഷ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. 1. രാജ്യത്തിന്റെ വരുമാനം സംരക്ഷിക്കുക. 2. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കള്ളക്കടത്ത് തടയുക. 3. രാജ്യത്തിനകത്തെ വ്യാപാരം സുഗമമാക്കുക, പക്ഷെ അത് നിയന്ത്രിതമായിരിക്കണം. അതോടൊപ്പം തീരദേശ സുരക്ഷയും ഒരു ഘടകമാണെന്ന് തോന്നുന്നു. വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. കടൽ മാർഗം എന്തൊക്കെ നീങ്ങുന്നു എന്ന് സർക്കാരിനൊരു ധാരണയുണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ശരിയാണ്. അപ്പോ ഒരു ബാലൻസിംഗ് ആക്ടാണ് ഈ നിയമങ്ങൾ ചെയ്യുന്നത്. വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കണം, പക്ഷേ നിയന്ത്രണം വിടാനും പാടില്ല. അതെ, ആ സന്തുലിതാവസ്ഥയാണ് പ്രധാനം. അപ്പോ കസ്റ്റംസ് ആക്ട് 1962 അധ്യായം 12-നെക്കുറിച്ചുള്ള നമ്മുടെ ഈ സംഭാഷണം ഏകദേശം അവസാനിക്കാറായി. നമ്മൾ പ്രധാനമായും എന്തൊക്കെയാണ് കണ്ടത്? നമ്മൾ ആദ്യം എന്താണ് തീരദേശ ചരക്കുകൾ എന്ന് നോക്കി. അതെ, ഇറക്കുമതി ചെയ്ത് ക്ലിയർ ചെയ്തതും ഇന്ത്യയിലുണ്ടാക്കിയതും. യാത്രക്കാരുടെ ലഗേജും സ്റ്റോഴ്സും ഇതിൽ വരില്ല. പിന്നെ ചരക്ക് കയറ്റുന്നതിന് എൻട്രി വേണം, ബിൽ പാസാക്കണം. ഓക്കെ. യാത്രയിൽ ക്യാപ്റ്റൻ അഡ്വൈസ് ബുക്ക് സൂക്ഷിക്കണം. അതെ. പിന്നെ അംഗീകൃത കസ്റ്റംസ് പോർട്ടിലോ കോസ്റ്റൽ പോർട്ടിലോ മാത്രമേ കയറ്റിറക്ക പാടുള്ളൂ. പുറപ്പെടാനും ഇറക്കാനും കസ്റ്റംസിന്റെ പ്രത്യേക അനുമതി വേണം. കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് മേൽനോട്ടത്തിനും പരിശോധനയ്ക്കും അധികാരമുണ്ട്. നിയമലംഘനങ്ങൾക്ക്, പ്രത്യേകിച്ച് ചരക്കിലെ കുറവിനു പിഴയുണ്ട്. അതോടൊപ്പം ആവശ്യമെങ്കിൽ സർക്കാരിന് ഇളവുകൾ നൽകാനും കൂടുതൽ നിയമങ്ങൾ ഉണ്ടാക്കാനും അധികാരമുണ്ട്. അതെ.
ഈ വിവരങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഒരവസാന ചിന്ത കൂടി പങ്കുവെക്കട്ടെ. തീർച്ചയായും. നമ്മൾ ഈ ചർച്ച ചെയ്ത നിയമങ്ങളും നടപടിക്രമങ്ങളും ഉണ്ടല്ലോ, ഇത് രാജ്യത്തിന്റെ ഇപ്പോഴത്തെ വലിയ പദ്ധതികളായ സാഗർമാല പോലുള്ള തീരദേശ വികസനം, പിന്നെ ഉൾനാടൻ ജലഗതാഗതം പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, അതും അതിന്റെ വേഗത കുറയ്ക്കുകയാണോ ചെയ്യുന്നത്? നല്ല ചോദ്യമാണ്. ഈ കാര്യക്ഷമതയും സുരക്ഷയും തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലുണ്ടല്ലോ, അതിലിപ്പോഴത്തെ നിയമങ്ങൾ ശരിയായ ബാലൻസിലാണോ, അതോ ടെക്നോളജി ഉപയോഗിച്ച്, ഉദാഹരണത്തിന് ഡിജിറ്റൽ ഡോക്യുമെന്റേഷൻ, ട്രാക്കിംഗ് ഒക്കെ വഴി ഇതിനെ കൂടുതൽ എളുപ്പവും എന്നാൽ സുരക്ഷിതവുമാക്കാൻ പറ്റുമോ? ശരിയാണ്, ചിന്തിക്കേണ്ട വിഷയമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് തുടർന്ന് ആലോചിക്കാവുന്ന ചില കാര്യങ്ങളാണ്. വളരെ നല്ലൊരു ചിന്തയാണ്. ഇന്നത്തെ ഈ വിശദമായ സംഭാഷണത്തിന് വളരെ നന്ദി. എനിക്കും സന്തോഷം. ദ ഡീപ് ഡൈവിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.